ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് റോസ് ഹിപ്പ് ഓയിലിനാണ് കേട്ടോ. റോസ് ഹിപ്പ് ഓയിൽ, റോസ് ഹിപ്പ് സീഡ് ഓയിൽ എന്നൊക്കെ ഇതിനെ പറയുക. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പണ്ടൊന്നും നമുക്കിതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആമസോണിൽ ഇതെല്ലാം നമുക്ക് കിട്ടും, എവിടെ ചെന്നാലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസനെ സംബന്ധിച്ച് ഇതിലുള്ള ഏറ്റവും വലിയ ഗുണം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോകുന്നതിന് ഏറ്റവും നല്ലതാണ്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ലൈക്കോബേനുണ്ട്, ബീറ്റാ കരോട്ടിനുണ്ട്. ഇതെല്ലാം ഇതിൽ ധാരാളം ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. പിന്നെ ഈ ഓയിലിൻ്റെ ഗുണം എന്താണെന്നോ, ഇത് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ലെനോളിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ, അതായത് സെൽസ്, നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ കോശം സെൽസ് വരച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വാൾ ഓർമ്മയുണ്ടല്ലോ. ആ വാളിലൊക്കെ ഉള്ള ജലാംശത്തെ പിടിച്ചു നിർത്തുന്നതിന് ഇതിലടങ്ങിയിരിക്കുന്ന ലെനോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. അതാണ് എടുത്തു പറയേണ്ടത്. മോയ്സ്ചറൈസർ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഈർപ്പം നിലനിന്നാൽ തന്നെ, ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് മാറും അല്ലേ. ഡ്രൈ ആവാതിരിക്കും സ്കിന്നും സ്കാൾപ്പും ഒക്കെ. അപ്പോൾ തന്നെ ഡ്രൈനെസ് വന്ന് അതിനോടനുബന്ധിച്ച് വരുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സ്കിൻ എപ്പോഴും നല്ല ജലാംശം നഷ്ടപ്പെടാതെ നല്ല മോയ്സ്ചറൈസർ ചെയ്തിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതിനൊക്കെയാണ് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ റോസ് ഹിപ്പ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന എടുത്തു പറയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പോളിഫിനോയിൽസ്, അതുപോലെ വൈറ്റമിൻ ഇ. ഇതെല്ലാത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, മുഖത്തും ശരീരത്തിലൊക്കെ ഉണ്ടാക്കുന്ന സെൽസിലൊക്കെ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ, നീർവീക്കങ്ങൾ തടയുന്നതിനും റോസ് ഹിപ്പ് ഓയിൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് സ്കിന്നിൽ ബ്രൈറ്റ് കിട്ടുന്ന എല്ലാവർക്കും അതാണല്ലോ മെയിനായിട്ടുള്ള ആവശ്യമല്ലേ. അതിന് ഇത് റെറ്റിനോളാണ്, നിറയെ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, നിറയെ വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും സ്കിന്നിലുള്ള ഡാമേജൊക്കെ മാറുന്നതിനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുന്നതിനും സ്കിന്ന് എന്താ പറയുക തിളക്കം കിട്ടുന്നതിനും എല്ലാത്തിനും റോസ് ഹിപ്പ് ഓയിൽ വളരെ നല്ലതാണ്. പിന്നെ സൺ ഡാമേജ് തടയും. സൺ ഡാമേജ് UV റേസിൽ നിന്നുള്ള പിന്നെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതിൽ ആവശ്യമായ വൈറ്റമിൻ എയും ഇയും അതുപോലെ പിന്നെ ഒത്തിരി വേറെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ സണ്ണിൽ നിന്ന് ഏൽക്കുന്ന ആ ഡാമേജസിനെ തടയുന്നതിനും റോസ് ഹിപ്പ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പ്രായമാകുമ്പോൾ നമ്മുടെ മെയിൻ പ്രോബ്ലം ആണല്ലേ കൊളാജൻ ലൂസാവുന്നത്, കുറയുന്നത്. അപ്പോൾ സ്കിൻ ലൂസാവും, എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഇതിനും ഒരു പ്രതിവിധിയാണ് ഈ റോസ് ഹിപ്പ് ഓയിൽ. ധാരാളം വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ വൈറ്റമിൻസാണ് കേട്ടോ. പിന്നെ അടുത്തത് ഉള്ള നമ്മുടെ മുഖത്തൊക്കെ പാടുകൾ, സ്കാൾസ് മാറുന്നതിനും ഇത് നല്ലതാണ്. ഇതിൽ പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ടിഷ്യൂസിലും അതുപോലെ സെൽസിലും ഒക്കെ വരുന്ന ഡാമേജൊക്കെ മാറുന്നതിന് റിപ്പയർ ചെയ്യുന്നതിനും പുതിയ സെൽസ് വരുന്നതിനും എല്ലാത്തിനും പിന്നെ റോസ് ഹിപ്പ് ഓയിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പാടുകൾ പോയി, പിഗ്മെൻറ്റേഷൻ പോയി, പിന്നെ കോലാജൻ ബൂസ്റ്റ് ചെയ്തു. അങ്ങനെ എത്ര ഗുണങ്ങളാവും. നല്ല മോയ്സ്ചറൈസറായി. പിന്നെ ഏജ് സ്പോട്സ്, പ്രായമായ ബ്ലിമിഷസ്, ഏജ് സ്പോട്സ്, അവിടെ ഇവിടെയൊക്കെ കറുത്ത പാടുകളും ഒക്കെ വരുന്നതിനും നമുക്ക് റോസ് ഹിപ്പ് ഓയിൽ ഉപയോഗിക്കാം. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഉപയോഗിക്കാം. പിന്നെ എക്സിമ, അതുപോലെ എക്സിമ പോലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് റോസ് ഹിപ്പ് ഓയിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ മേക്കപ്പ് റിമൂവറായിട്ടും നമുക്ക് റോസ് ഹിപ്പ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണ്ടേന്നോ, ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഞാനിത് വാങ്ങേണ്ട ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ
ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും വേണ്ട, നമുക്ക് മിക്സ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഇത് മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ്. അത് 2-3 തുള്ളി എടുത്ത് നമുക്ക് മുഖത്തെല്ലാം നന്നായിട്ട് മസാജ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നോ, മോയ്സ്ചറൈസർ ഉപയോഗിക്കുമല്ലോ നമ്മൾ. ഈ മോയ്സ്ചറൈസറിൽ 2-3 തുള്ളി റോസ് ഹിപ്പ് ഓയിലും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ചിലവരുണ്ടല്ലോ നൈറ്റ് ക്രീമൊക്കെ, രാത്രിയിൽ നൈറ്റ് ക്രീമൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ അതിനെതിരാണ് കേട്ടോ. രാത്രിയിലൊന്നും ഇടരുതെന്നാണ് എൻ്റെ ഒരു പിന്നെ ധാരണയല്ല. ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ അങ്ങനെയാണ്. നമ്മുടെ സ്കിന്നിന് ശ്വസിക്കാനുള്ള അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ രാത്രിയിലൊന്നും ഇടാൻ ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ ഒത്തിരി ആൾക്കാർ രാത്രി കിടക്കുമ്പോൾ മുഖത്ത് അതും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ നൈറ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ റോസ് ഹിപ്പ് ഓയിൽ അതിലേക്ക് 2-3 തുള്ളി ഒഴിച്ചിട്ട് നമുക്ക് മുഖത്തും ഒക്കെ ആ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതും അപ്ലൈ ചെയ്യാം. അപ്പോൾ അധികം ഒന്നും എടുക്കണ്ട, 2-3 തുള്ളി നിങ്ങളെടുത്താൽ മതി. പിന്നെ ഇതൊരു പുതിയ, നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഇതിങ്ങനെ ഈ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് അതിനെന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് വാങ്ങുന്നവർ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് കയ്യിലോ ചെവിയുടെ പുറകിലോ എവിടെയെങ്കിലും ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു ബാൻഡേജ് എന്തെങ്കിലും വെച്ച് അവിടെ കെട്ടി വെച്ച് തരാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അതൊക്കെ പോകുമല്ലോ, അവിടെ ഇവിടെയൊക്കെ മുട്ടി. അങ്ങനെ നമ്മളൊരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ അടിച്ചു പൊങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിച്ചലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കണ്ട കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരെണ്ണം വാങ്ങി വെച്ച് ഉപയോഗിക്കാം. ഈ ഏറ്റവും ലൈറ്റായിട്ടുള്ളതും ഏറ്റവും നമുക്ക് ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു ഓയിലാണ് റോസ് ഹിപ്പ് ഓയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, റോസ് ഹിപ്പ് ഓയിലിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണം പണ്ട് മുതലേ ചോദിക്കാറുണ്ട്. അപ്പം ഞാനത് അത്രയും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഞാനതൊക്കെ ഒന്ന് പഴയ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കമൻറ്റ്സൊക്കെ നോക്കുമ്പോൾ കാണുന്നതൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന്, ഇത് ഓൾ സ്കിൻ ടൈപ്പിന് കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്, പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ തീർച്ചയായിട്ടും അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ബാക്കി എല്ലാവർക്കും ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാവുന്നതാണ് ഈ റോസ് ഹിപ്പ് ഓയിൽ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയട്ടെ. അപ്പോൾ എനിക്കിനി ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും, എന്നാലാണ് അടുത്ത വീഡിയോ വരുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാൻ തീർച്ചയായിട്ടും സമയമുള്ളപ്പോൾ അതൊക്കെ എടുത്ത് കാണണം. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.